കെ.മാണിയുടെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ ധനകാര്യ വകുപ്പിലെ ജീവനക്കാർക്ക് കർശന നിർദ്ദേശം. ധനകാര്യ സെക്രട്ടറിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, വിവരങ്ങൾ. സൗമ്യ, നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരമാണ് ജീവനക്കാരെല്ലാം തന്നെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ കെ.എം. മാണിക്ക് സ്വീകരണം കൊടുക്കാനായി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കെ.എം. മാണി മന്ത്രിയല്ല. കെ.എം. മാണി മന്ത്രിസ്ഥാനമൊക്കെ രാജിവെച്ചിരിക്കുകയാണ്. വെറും എം.എൽ.എ. മാത്രമാണ്. അപ്പോൾ വെറും എം.എൽ.എ. ആയ കെ.എം. മാണിക്ക് ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സ്വീകരണം കൊടുക്കുന്നത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ അനുമതി പോലും വാങ്ങാതെ, അത്തരത്തിൽ വാങ്ങുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പോകാതെ സ്വന്തം താല്പര്യപ്രകാരമാണ് കെ എബ്രഹാം ഇത്തരത്തിൽ സർക്കുലർ ഇറക്കി എല്ലാ ജീവനക്കാരെയും ഇവിടേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ തന്നെ നിയമവകുപ്പിലെയും ലോട്ടറി വകുപ്പിലെയും അതോടൊപ്പം തന്നെ വാണിജ്യ നികുതി വകുപ്പ്, ധനവകുപ്പ് തുടങ്ങിയ മാണി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളിലെ എല്ലാ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ഓഫീസിൽ നിന്ന് 2 മണി മുതൽ തന്നെ സർക്കാർ വാഹനങ്ങളിൽ ഇവിടേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ അല്ലെങ്കിൽ മാണി കൈകാര്യം ചെയ്ത വകുപ്പിന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഓഫീസിലൊന്നും തന്നെ ജീവൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇവർ ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ പെർമിഷൻ വാങ്ങുകയോ ചെയ്യാതെ ജോലിയിൽ നിന്ന് അവർ ഈ ഒരു സ്വീകരണത്തിലേക്ക് പങ്കെടുക്കുന്ന രീതിയിലേക്കാണ് കാര്യം പോകുന്നത്. സർക്കാർ ജോലി സമയം അനുസരിച്ച് 5:15 വരെയാണ് ഇവരുടെ ജോലി സമയം. പക്ഷേ ഇവർ 2 മണി മുതൽ ഇവിടെ മസ്കറ്റ് ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഇതിൽ PRD ഡയറക്ടറും പങ്കെടുക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇതുവരെ ഇല്ലാത്ത ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചുകൊണ്ടുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പോയിരിക്കുന്നത്. അത് കെ എബ്രഹാം തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സർക്കാർ വാഹനങ്ങളിൽ ട്രിപ്പ് അടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൗമ്യ.